കോളേജിൽ പഠിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും 1, 2, 3, 4, 10, 15 ലവേഴ്സ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരിതമാണ്. എല്ലാവരോടും പറയും, പൊന്നെ നീയാ എന്റെ കരള്, നിന്നെ അല്ലാതെ ഈ മനസ്സിനകത്ത് വേറൊരുത്തിയെ ഞാൻ കുടിയിരുത്തിയിട്ടേ ഇല്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിതം ദുസ്സഹവാ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം സങ്കല്പിക്കാൻ കഴിയത്തില്ല എന്ന് ഈ 15 ഇവൻ ഇതേ വാക്ക് എന്ന് പറയും. എന്ത് ചെയ്യാനാ? പാവങ്ങൾ പണ്ടാരങ്ങൾ വിശ്വസിച്ചു പോകും. എന്നിട്ടെല്ലാം ഹലാക്കാക്കിയിട്ട് അവസാനം പൊടി നീ ഡേറ്റ് എക്സ്പയർ ആയി പോയി, എനിക്കിനി വെറൈറ്റീസ് ആവശ്യം, എനിക്ക് വേറെ ഒരു ലൈനുണ്ട്, അവളുമായി ഞാൻ പ്രണയത്തിലായി പോയി, എന്റെ കല്യാണം ഫിക്സഡ് ആയി പോയി, അതുകൊണ്ട് നീയുമായിട്ട് എനിക്ക് പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നാര ഹബീബെ, നിങ്ങളെ കാത്ത് ഞാൻ എത്രയും നാൾ ഇരുന്നു. ഗൾഫിലാണ് ഭർത്താവുള്ളത്. ഒരു ചെറിയ മകള് വീട്ടിലുണ്ട്. ആ മകളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ മാസ്റ്റർ വരുന്നുണ്ട് വീട്ടില്. മകളെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മാഷ്, ഹിസ്റ്ററിയും കെമിസ്ട്രിയും പൊളിറ്റിക്സും ഒക്കെ പഠിപ്പിച്ച മാഷ് അവസാനം പഠിപ്പിച്ച് വീട്ടിൽ ഉമ്മായെ പഠിപ്പിക്കാൻ തുടങ്ങി. ബയോളജി, അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. സംഭവം ഇത് ചെറിയ മോളാണെങ്കിൽ ചെറിയ മോക്ക് ചിന്തയുള്ള മോളാണ്. അവൾക്ക് മനസ്സിലായി. അവള് വിളിച്ച് വാപ്പാക്ക് പറഞ്ഞെടുത്ത്, പൊന്നാര വാപ്പാ, നമ്മളെ ട്യൂഷൻ മാഷ് വന്ന് പഠിപ്പിച്ച് എന്നെ ഹിസ്റ്ററിയും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിപ്പിച്ചു, ഉമ്മായും ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫോൺ വിളിച്ചു പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പിറ്റേ ദിവസം തന്നെ ആ സഹോദരൻ വന്നു, ഗൾഫിൽ നിന്ന് വന്നു. സ്വന്തം മോളല്ലേ വിളിച്ചു പറയുന്നത്, ഗൾഫിൽ കിടന്ന് ആർക്കു വേണ്ടിയാ ഞാൻ അധ്വാനിക്കുന്നത്? ഈ മോക്ക് വേണ്ടി, ആ പെണ്ണിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മകൾക്ക് വേണ്ടിയുമല്ലേ ചോര നീരാക്കി അവിടെ പോയി അതിതീഷ്ണമായ ചൂട് സഹിച്ച് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സഹോദരൻ ഈ വർത്തമാനം കേട്ടപ്പോ വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ ഉമ്മാക്ക് മാഷിന്റെ ബയോളജി ക്ലാസ് അങ്ങ് വല്ലാതെ രസിച്ചുപോയി. മാഷിന്റെ അനാട്ടമി ക്ലാസ് ഇല്ലാതൊരു ദിവസം കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥ എന്നായി. പിറ്റേന്നായപ്പോഴത്തേക്കും ഉമ്മ ആ ട്യൂഷൻ മാസ്റ്ററുടെ കൂടെ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ പോയെന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തൊരു റൂം എടുത്തവർ താമസമാരംഭിച്ചിട്ട് അവസാന 2 പേരും കൂടെ പോയിസൺ കഴിച്ച്, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെവിടേക്കായി ഈ സമുദായം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒന്നല്ല, എത്രയെത്ര സംഭവങ്ങളാ സഹോദരങ്ങളെ. ഭർത്താവ് ഗൾഫിലാണ്, ഒരു മകളും ഭാര്യയും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. എല്ലാ ദിവസവും വീട്ടിലൊരു പ്രതിഭാസം നടക്കും. മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിലെ കറണ്ട് ഡിം അങ്ങ് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പ്രതിഭാസം. ചെറിയ മോളാണെങ്കിലും ബുദ്ധിയുള്ള മോളാ. പഴയകാലത്തെ പിള്ളേരൊന്നും ആലോചിക്കില്ല. പഴയകാലത്ത് വല്ല ഐസക് ന്യൂട്ടൻ മാത്രമേ ആലോചിക്കൂ. അയാൾ ഇങ്ങനെ തോട്ടത്തിരുന്നപ്പോ കാണാം ആപ്പിള് താഴേക്ക് വീണു. എന്തുകൊണ്ടായി ആപ്പിള് താഴേക്ക് വീണത്? എന്താ ഇത് മേളിലോട്ട് പോകാത്തതെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴാ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടായത്. അറിയുമല്ലോ, ഭൂഗുരുത്വാകർഷണ ബലോ സിദ്ധാന്തമൊക്കെ. പക്ഷെ അങ്ങനെ എല്ലാരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കളാണെങ്കിലും ചിന്തിക്കുന്ന പിള്ളേരാ. ആ കുട്ടി ചിന്തിച്ചു, എന്താ നമ്മുടെ വീട്ടിൽ മാത്രം എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോ 1/2 മണിക്കൂർ കൃത്യമായിട്ട് കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു. ഇതെങ്ങനെ ഈ മായാജാലം നടക്കുന്നത്? അവള് മെല്ലെ ഒബ്സർവേഷൻ നടത്തി നോക്കുമ്പോ സംഗതി ഉമ്മയാണ് കള്ളിയാകുന്നത്. വാപ്പ അടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുത്ത്, വാപ്പാ സംഗതി ആ കലിപ്പ് കേസാ, വാപ്പ എത്രയും പെട്ടെന്ന് വന്നേ പറ്റത്തുള്ളൂ. വാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, മോളെ എന്താണ് പ്രശ്നം, ഇങ്ങനെയൊക്കെയാണോ സംഗതി? അപ്പൊ അവള് പറയാൻ തുടങ്ങി, അയലത്തെ വീട്ടിലെ കാക്ക തന്നെയാണ് കഥാപാത്രം. അയലത്തെ വീട്ടിലെ കാക്ക തന്നെയാ കഥാപാത്രം.
കാരണം ഗൾഫിൽ പോണതിന്റെ തലേദിവസം വീട്ടിൽ വന്ന കാക്കാനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കാക്ക, ഞാൻ എന്റെ ഭാര്യയെ ഒറ്റയ്ക്കാക്കി, എന്റെ മകളെ തനിച്ചാക്കി, എന്റെ ഉമ്മാനെ തനിച്ചാക്കി ഞാൻ അങ്ങ് സൗദി അറേബ്യയിൽ പോവുകയാ. നിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എന്റെ കുഞ്ഞുമോളെയും എന്റെ ഉമ്മായെയും നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടെ നിങ്ങളൊരു കണ്ണിവിടെ വേണമേ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ലോലങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി, നല്ലോലങ്ങ് കണ്ണുവെക്കാൻ തുടങ്ങി. അത് ഓവറായപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഒടുവിൽ 2 മാസക്കാലത്തോളം ഈ സഹോദരൻ ലീവിൽ നാട്ടിൽ താമസിച്ചു. അതാ പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ മാർക്കറ്റിൽ പോയി ചെമ്മീനും ചാളയും ചൂരയും മത്തിയും കൊഴിയാളയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തിനാ? പുറത്തു വരിച്ച് ഗൾഫിൽ കൊണ്ടുപോയി തിന്നാനാ. അങ്ങനെ മാർക്കറ്റിൽ പോയി മീനും മത്സ്യവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല. എവിടെ പോയി, എവിടെ പോയി എന്റെ ഭാര്യ, എവിടെ പോയി? അപ്പൊ മകള് പറഞ്ഞു, പാപ്പാ പോയി പോയി, ഉമ്മ പോയി, ഓന്റെ കൂടെ യാത്രയായി. എന്തൊരു കഷ്ടവാ സഹോദരങ്ങളെ. മാത്രമല്ല മോള് നിർത്തുന്നില്ല. മോള് പറഞ്ഞു, പൊന്നാര വാപ്പാ പെട്ടി പോയി, പാസ്പോർട്ടും ടിക്കറ്റും പണവും അടങ്ങുന്ന പെട്ടി കൂടി അവൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതാ ഈ പാവപ്പെട്ട സഹോദരനുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ, തോന്നിവാസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അതെല്ലാം സഹിച്ച് സഹനത്തോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട പ്രവർത്തകൻ, ആ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടല്ലോ, അദ്ദേഹം കൽബ് പൊട്ടി തകർന്ന അവശനായി നടക്കുകയാണ്. അയാൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല. അയാളതാ വിഷമിച്ചൊരു മാസം കഴിഞ്ഞു. ആളുകളൊക്കെ കളിയാക്കാൻ, നീ എവിടുത്തുകാരനാടാ, നിന്റെ പെണ്ണുമ്പിള്ള ഓർത്തന്റെ അയലത്തുകാരൻ്റെ കൂടെ അടിച്ചുകൊണ്ടുപോയി, അമ്മ അടിച്ചുകൊണ്ടുപോയി, നീ എന്തുകൂടാ കഴിവേട്ടോനാന്നോടാ നീ? അങ്ങനെ അയാൾ നാട്ടുകാർക്കിടയിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറി. അവളെ പറ്റിയൊരു വിവരവും ലഭിക്കുന്നില്ല. എല്ലാവരും തന്നെ പരിഹസിക്കുന്നു, എല്ലാവരും തന്നെ ആക്ഷേപിക്കുന്നു, എല്ലാവരും തന്നെ അധിക്ഷേപിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരൻ അതാ 1 മാസം പൂർത്തിയാകുന്ന ദിവസം തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ സൂയിസൈഡ് ചെയ്തു പോയി. സഹോദരാ, ആ പ്രിയപ്പെട്ട കുഞ്ഞുമകളില്ലയോ, ഉമ്മാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, വാപ്പയിതാ തൂങ്ങി മരിച്ചുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു മാനസിക രോഗിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്ന് അലറിക്കരയുന്ന ഉമ്മ, ഉമ്മ, വാപ്പാ, ഉപ്പാ, എന്നെ വിട്ടേച്ച് നിങ്ങൾ രണ്ടുപേരും എവിടെയാ പോയത്? ചെറിയ പൊന്നുമോളുണ്ടല്ലോ, സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൾ, ഒരു ഭ്രാന്തിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാ ഇതിന് സമാധാനം പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിലെ ചെറുപ്പക്കാരും എന്റെ യുവാക്കളും വളരെ കാർക്കശ്യത്തോടെ ആലോചിക്കേണ്ട, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാ. ഇതൊന്നും അവസാനിക്കുന്നില്ല. 4 മക്കളുടെ ഒരു ഉമ്മാക്ക് 4 മക്കള്. ഭർത്താവ് നാട്ടിൽ തന്നെ ഉള്ളത്. അയലത്തുകാരനായി 20 വയസ്സുകാരനുമായി ഈ 40 വയസ്സുകാരിയായ 4 മക്കളുള്ള പ്രിയപ്പെട്ട സഹോദരിക്കൊരു പ്രണയം മുട്ടിട്ട് പോയി. എന്തു ചെയ്യാനാ? പ്രണയം മുട്ടിട്ട് പോയി, മനസ്സുള്ളിൽ മോഹമായി. വയസ്സാം കാലമായാലെന്താ, ഭാര്യ ഭർത്താവ് നാട്ടിലുണ്ടേലെന്താ, മക്കള് 4 എണ്ണമുണ്ടേലെന്താ, മനസ്സുള്ളിൽ പ്രണയം മുട്ടിട്ട് പോയി, മോഹമായി. ഇതൊന്നും ഉള്ള പാട്ടല്ല കേട്ടോ, ഇങ്ങനെ നിൽക്കണം, ഇപ്പിങ്ങനെ വരണ പാട്ടാ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ചിലപ്പോ കോലോ മാലോ ഒന്നും ഉണ്ടാകൂല. സദയം ക്ഷമിക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്തു? അങ്ങനെ പ്രശ്നമായി. ആ പ്രിയപ്പെട്ട സഹോദരൻ 20 വയസ്സ് പ്രായമുള്ള തന്റെ മൂത്ത മകനോളം പ്രായമുള്ള ആ ചെറുപ്പക്കാരനുമായി 40 വയസ്സുകാരിയായ പെണ്ണുങ്ങൾക്ക് പ്രണയമുണ്ടായി. ഒടുവിൽ എന്ത് ചെയ്തു? പ്രശ്നമായി. രണ്ടുപേരും ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയിട്ട് അപ്പുറത്തുള്ള ഏതോ ഒരു നാട്ടിൽ രഹസ്യമായി താമസിക്കുന്നുവെന്ന് വിവരം കിട്ടി. ഇവരവസാനം കേസായി പൊല്ലാപ്പായി കോർട്ടിലെത്തി.
കോർട്ടിലെത്തിയപ്പോ മറ്റോൻ പറഞ്ഞു, എടി ആ കൊച്ചു മക്കളതാ 4 മക്കളും നിരന്നു നിന്ന് കരയുന്നു, ഉമ്മ നിങ്ങൾ തിരിച്ചു വരണം ഉമ്മ എന്നും പറഞ്ഞു. എന്നാലും ഉമ്മ എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ഉമ്മ അല്ലാതാവോ? ആവൂലല്ലോ. ഈ 4 മക്കളിൽ നിന്ന് കരയാൻ തുടങ്ങി. ഉമ്മ ഉമ്മ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം ഉമ്മ. ഭർത്താവാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ആ ചെറുക്കൻ പറഞ്ഞു, 20 വയസ്സായ ചെറുക്കൻ പറഞ്ഞു, എന്റെ പൊന്നാര പെങ്ങളെ നിങ്ങൾ അയാളെ കൂടെ പൊയ്ക്കോ, ആ മക്കളും നിലവിളിക്കുന്നുണ്ടില്ലേ, നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നില്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞു. 20 വയസ്സുകാരനായ കാമുകൻ പറഞ്ഞു, എന്നാൽ ആ പ്രിയപ്പെട്ട 40 വയസ്സുകാരിയായ പെങ്ങള് പറഞ്ഞു, വേണ്ട വേണ്ട മക്കളെ വേണ്ട എനിക്ക്, ഭർത്താവേ വേണ്ട എനിക്ക്, നിന്ന മതി മോനെ, നിന്ന മതി മോനെ. ഇതെന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. കോടതി വരാന്തയിൽ വെച്ച് എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ, 18 വയസ്സായ 16, 18 വയസ്സ് പൂർത്തിയായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമുദായത്തിലെ ഹാജിയാക്കന്മാരുടെ മക്കൾ, മുസ്ലിയാക്കന്മാരുടെ മക്കൾ, ഈ സമുദായത്തിലെ അഡ്രസ്സും ഈ സമുദായത്തിലെ ഐഡന്റിറ്റിയും പേര് ജീവിക്കുന്ന ഈ സമുദായത്തിലെ പെൺമക്കൾ കോടതിയുടെ വരാന്തയിൽ വെച്ച് അന്യമത സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ, ഇത്രയും കാലം എനിക്ക് അന്നം നൽകിയ, ഇത്രയും കാലം എനിക്ക് ജീവിതം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മായ എനിക്ക് വേണ്ട, എന്റെ വാപ്പാനെ എനിക്ക് വേണ്ട, എന്റെ അശോകേട്ടനെ മാത്രം എനിക്ക് മതി, അതല്ലെങ്കിൽ എന്റെ ഫത്താഹിക്കായ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കയറി വന്ന ഒരു തന്റെ കൈക്ക് പിടിച്ച് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ച്, വാപ്പാനെ കണ്ണീര് കുടിപ്പിച്ചിറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളായി ഈ സമുദായത്തിലുള്ളത്. പെങ്ങളെ കണ്ടില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഭരണസാരഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിലൂടെ ഒരു പാതിരാ സമയത്തിങ്ങനെ മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ പാതിരാവിന്റെ പഴുതിൽ എവിടെ നിന്നോ ഒരു വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാത്രിയുടെ യാമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ആരോ പാട്ടുപാടുന്നു. എവിടെ നിന്നോ ശോകാർദ്രമായൊരു പ്രേമഗാനം ആരോ ആലപിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാ ശബ്ദം കേൾക്കണത്, എവിടുന്നാ പാട്ട് കേൾക്കണത്? മെല്ലെ മെല്ലെ പാട്ട് കേട്ട താഴ്വാരയിലേക്ക് നടന്ന് ചെല്ലുന്നു. ഒരു ചെറിയ താഴ്വാരത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മധുര 17കാരിയായ പെണ്ണിന്റെ പാട്ടാണ്. തതാവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു ഫഅറാഖനി അല്ലാ ഖലീലുൻ നുലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു തതവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു. ഓ, ഈ രാത്രി എത്ര സുദീർഘമാണ്. ഒരു വീട്ടിന്റെ അകത്തളത്തിൽ ഏകാഗിയായൊരു മധുര 17കാരിയായ പെണ്ണ് പാടുകയാണ്. ഈ രാത്രി എത്ര സുദീർഘമാണ്. എന്തുകൊണ്ടാണ് കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ഉദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഒന്ന് പെട്ടെന്ന് പ്രഭാതമാകാത്തത്? എന്തുകൊണ്ടാണ്? ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്. എന്റെ കളിത്തോഴൻ എന്റെ അടുക്കൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ, എന്റെ കളിത്തോഴനായ എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ഭർത്താവ് എന്റെ കിടപ്പറയിൽ എന്നോടൊപ്പം ഇല്ലല്ലോ. ഈ രാത്രി എന്താണെന്ന് നേരമെടുക്കാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്?
വരാത്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും സശ്രദ്ധപൂർവമാ ആ പാട്ടിനിങ്ങനെ കാതോർത്തു. ആ പെണ്ണ് പറയുന്നു, ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വാഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിൽ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് ആത്മാർത്ഥതയും സ്നേഹവുമില്ലായിരുന്നെങ്കിൽ, ഏകയായി കഴിയുന്ന പെണ്ണ് പാടുന്നു. പടച്ചതിൽ പഠിക്കും